ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വാഗമൺ പോവുകയാണേ. അപ്പം നമുക്ക് ഒന്നിച്ചു പോകാം. ഈ കാണുന്നത് തണ്ണീർമുക്കം ബണ്ടാണ്. ഇത് വേമ്പനാട്ട് കായലിന് കുറുകെയാണ് നിർമ്മിച്ചേക്കുന്നത്. ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഉപ്പുവെള്ളം കടക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ നിർമ്മിച്ചേക്കുന്നത്. മാത്രമല്ല കുട്ടനാട് പ്രദേശത്തെ നെൽകൃഷി സംരക്ഷിക്കാനും സഹായിക്കുന്നുണ്ട്. വാഗമൺ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ഒരു ഹിൽ സ്റ്റേഷൻ ആണ്. ഇത് ഇടുക്കി കോട്ടയം ബോർഡർ ആണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പ്രധാനമായും കണ്ടിരിക്കേണ്ടത് വാഗമൺ, മൊട്ടക്കുന്നുകള്, പൈൻ ഫോറസ്റ്റ്, കുരിശുമല, തങ്ങൾപ്പാറ ഇതൊക്കെയാണ് കേട്ടോ ഇതിന്റെ പ്രധാന ആകർഷണങ്ങള്. മാത്രമല്ല പാരാഗ്ലൈഡിങ്, ട്രെക്കിങ് ഇതെല്ലാം ഇവിടെ ചെയ്യാൻ പറ്റുവേ. ഇവിടെ അടുത്തായിട്ടൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇത് ആ കാണുന്നതാണ് കേട്ടോ, അവിടെയാണ്. അതിന്റെ തിരക്കാണ് കേട്ടോ ഈ കാണുന്നത്. ഞങ്ങളിപ്പോ ഇറങ്ങുന്നില്ല, ഞങ്ങൾ തിരിച്ചു വരുമ്പോ ഇറങ്ങാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇവിടെ കുറെ ജീപ്പുകാരൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എവിടെയെങ്കിലും ഒക്കെ കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് ഇവര് കൊണ്ടുപോകുകയും. അപ്പൊ ഞങ്ങൾ ഇറങ്ങുന്നില്ല, ഞങ്ങൾ നേരെ മൊട്ടക്കുന്ന് കാണാനാണ് പോകുന്നത്. നമുക്കിനി വണ്ടി പാർക്ക് ചെയ്തിട്ട് മൊട്ടക്കുന്ന് കാണാൻ പോകാതെ. ഇതിന്റെ സൈഡിലൊക്കെ കുറെ കടകളൊക്കെ ഉണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ മൊട്ടക്കുന്നിന്റെ സ്ഥലം. ഇവിടെ എൻട്രി ഫീ ഉണ്ട്. അഡൽറ്റിന് 25ഉം കിഡ്സിന് 10 രൂപയുമാണ് ടിക്കറ്റ് റേറ്റ്. നമ്മളിപ്പോ അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ പക്ഷെ ഇപ്പം പുല്ലൊന്നും അങ്ങനെ കാണുന്നില്ല കേട്ടാ, ഫുള്ള് ഉണങ്ങി കിടക്കുവാണ് പുല്ലൊക്കെ. സൈറക്കുട്ടന് ഇപ്പം തൊട്ടാവാടിയുടെ ചെടിയാണ് കാണിച്ചു കൊടുക്കുന്നത്. അവളെ ഒന്നും കണ്ടിട്ടില്ല. ഇവിടെ ആളുകളൊക്കെ പട്ടം പറത്തുന്നുണ്ട്. ഈ ഒരു മൊട്ടക്കുന്ന് എന്ന് പറയുന്നത് വാഗമണിലെ പ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണ്. മൊട്ടക്കുന്ന് എന്നതിന്റെ അർത്ഥം പുല്ലുകൊണ്ട് മൂടിയ പച്ച നിറത്തിലുള്ള കുന്നുകൾ എന്നാണ് കേട്ടോ ഇതിന്റെ അർത്ഥം. ഇതിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി വ്യൂ ആണ്. ചുറ്റും മലനിരകളും താഴ്വാരങ്ങളും, അതുപോലെ തന്നെ ശക്തമായ കാറ്റ്, നല്ല തണുപ്പ്, അതൊക്കെയാണ് കേട്ടോ ഇതിന്റെ പ്രത്യേകതകള്. സെപ്റ്റംബർ ഫെബ്രുവരി മാസങ്ങളിലാണ് നമുക്ക് ഈ ഒരു കുന്നിന്റെ മുകളിൽ നന്നായിട്ട് പുല്ലുകളൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ടാണ് കേട്ടോ പുല്ലുകളൊന്നും ഇല്ലാത്തത്.
ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. ആ കാണുന്നത് സിപ്പ് ലൈൻ ആണേ. നമുക്ക് അങ്ങോട്ടൊന്ന് നടന്നു നോക്കാം. ആ ദൂരത്ത് കാണുന്നതാണ് തങ്ങൾപ്പാറ. നമ്മൾ അങ്ങോട്ട് പോണില്ല, കാരണം മോൾ എത്രയും കയറുമോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോണില്ല കേട്ടോ. ഇപ്പൊ നമ്മൾ ഇവിടെയൊക്കെ കണ്ട് ഇനി നമുക്ക് പൈൻ ഫോറസ്റ്റ് കാണാൻ പോകാവേ. ഇപ്പൊ നമ്മൾ പൈൻ ഫോറസ്റ്റിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതിന്റെ അടുത്തും കുറെ ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇവിടെയും എൻട്രി ഫീ ആയിട്ട് 30 രൂപയാണ് അഡൽറ്റിന്, കുട്ടികൾക്ക് 15 രൂപയുമാണ്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിരുന്നേ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന് റിസോർട്ടിലേക്കാണ് പോകുന്നത്. ഈ ഒരു സ്ഥലത്ത് നിന്നും ഏകദേശം ഒരു 1.5 മണിക്കൂർ പോണോട്ടാ ഉള്ളിലോട്ട്. അപ്പൊ നമുക്കിനി അങ്ങോട്ട് പോവാം. പോകുന്ന വഴികളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. തേയിലത്തോട്ടങ്ങളും ഏലത്തോട്ടങ്ങളും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ പോകുന്ന വഴികള്. ഈ കാണുന്നത് മോഡേൺ ബുൾ മദർ ഫാം ആണ്. വാഗമൺ സമീപത്തുള്ള കോലാഹലമേട് എന്ന പ്രദേശത്താണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു സർക്കാർ നിയന്ത്രിത ഹൈടെക് ഫാം ആണ്. പ്രധാനമായും ഉയർന്ന ഗുണമേന്മയുള്ള കാളകളുടെ വളർത്തലാണ് കേട്ടോ ഇവരുടെ ലക്ഷ്യം. അതുപോലെ തന്നെ സാധാരണ ടൂറിസ്റ്റ് ഫാം അല്ല, ഇത് റിസർച്ചിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫാം ആണ്. ഈ ഒരു റൈറ്റ് സൈഡിൽ കാണുന്നത് ഏലത്തോട്ടമാണ്, ലെഫ്റ്റ് സൈഡില് തേയിലത്തോട്ടവുമാണ്. ഞങ്ങളിപ്പോ റിസോർട്ടിലേക്ക് എത്താറായിട്ടുണ്ട്. പോകുന്ന വഴിയിലൊക്കെ ഫുള്ള് ചക്കയും മാങ്ങയും ഒക്കെയാണ് കേട്ടോ. ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ ഉണ്ട് കേട്ടോ. പക്ഷെ സമ്മർ ആയതുകൊണ്ടായിരിക്കും അധികം ഫോഴ്സ് ഒന്നും ഇല്ല, വെള്ളത്തിന് തുള്ളി തുള്ളിയായിട്ടാണ് വരുന്നത്. നമ്മളിപ്പോ റിസോർട്ടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ ഒരു റിസോർട്ടിന്റെ പേര് സൺസെറ്റ് വാലി എന്നാണ്. ഞങ്ങൾ ഫസ്റ്റിലെ വന്നത് ഇവരുടെ റെസ്റ്റോറൻറ്റിലേക്കാണ്. ഞങ്ങൾ രജിസ്ട്രേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്. നല്ല രസമുണ്ട് കേട്ടോ, ഇവിടെ ഇരിക്കാനായിട്ട് നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് പുറത്തേക്കൊക്കെ കാണാനായിട്ടും.
ഇനി റിസോർട്ടിലേക്ക് പോകാവേ. ഇതൊരു ബാംബു കോട്ടേജ് ആണ്. ഇതൊരു നേച്ചർ ഹോം സ്റ്റേ സ്റ്റൈൽ ആണ്. അതുമാത്രമല്ല, ശാന്തമായ ഒരു സ്റ്റേ ആഗ്രഹിക്കുന്നവർക്ക് നേരെ ഇങ്ങോട്ട് വരാവേ. ദയാ കാണുന്നതാണ് ഞങ്ങളുടെ ബാംബു കോട്ടേജ്. ഇവിടുന്ന് താഴത്തോട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതൊരു എ ഫ്രെയിം സ്റ്റൈലിലുള്ള കോട്ടേജ് ആണ്. താഴത്തൊരു ബെഡ്റൂം ഉണ്ട്, അതുപോലെ തന്നെ മുകളിലും ചെറിയൊരു ബെഡ്റൂം ഉണ്ട്. നല്ല തണുപ്പും ഉണ്ട് ഇതിന്റെ അകത്തേക്ക് കയറിയിട്ട്. ഈ കാണുന്നത് വാഷ്റൂം ആണ്. ഇനി നമുക്ക് മുകളിലോട്ട് കയറി നോക്കാവേ. ഇവിടെ ചെറിയൊരു ബെഡ് ഇട്ടിട്ടുണ്ട് അവര്. ഇവിടെയും ഒരു ബാൽക്കണി ഉണ്ട്. നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ നിന്നിട്ട്. ആ കാണുന്നത് സ്വിമ്മിംഗ് പൂളിന്റെ ഏരിയ ആണ്. ഇവിടെ നിൽക്കുമ്പോൾ കുരങ്ങന്മാരുടെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ ആരെയും കാണാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു ആ താഴത്തെ ഭാഗത്തായിരിക്കും. അവർ പറഞ്ഞത് ഈ മുകളിലോട്ടൊന്നും അങ്ങനെ വരാറില്ല, ആ താഴത്തെ പോർഷനിലൊക്കെ വരാറുണ്ടെന്നാണ്. ആ കാണുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാർക്കാണ്. അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഏർമാടവും ഉണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്വിമ്മിംഗ് പൂളിലേക്ക് പോകാവേ. അപ്പൊ മോള് വന്നപ്പം തൊട്ട് പറയുവാണ് സ്വിമ്മിംഗ് പൂളിലേക്ക് പോകാനായിട്ട്. അവള് ജർമ്മനിയിൽ സ്വിമ്മിംഗ് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ടൊക്കെ അവൾക്ക് നീന്താൻ അറിയാം. അപ്പൊ നമുക്ക് ഫസ്റ്റിലെ അങ്ങോട്ട് പോവാം. ഈ ഒരു റിസോർട്ടിലെ വ്യൂ പോയിന്റ് ആണ് ആ കാണുന്നത്. ഇപ്പൊ ഞങ്ങൾ സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞു ഫ്രഷ് ആയേ. ഇനി നമുക്ക് ഈ റിസോർട്ടിന്റെ ചുറ്റും ഒന്ന് കാണാൻ പോകാവേ. ഇവിടെ ഏർമാടം, പിന്നെ കുട്ടികൾക്കുള്ള പാർക്ക്, ഒരു വാട്ടർഫാള് അതൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്കൊന്ന് പയ്യെ നടന്നു കാണാം. ഇവിടെ താഴത്ത് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ ഇന്ന് പോകാൻ പറ്റുമെങ്കിൽ ഇന്ന് പോകാം, ഇല്ലെങ്കിൽ നാളെ രാവിലെ ഞാൻ പോയി കാണിച്ചു തരാവേ. ആ കാണുന്നത് ഏർമാടമാണേ. അതിൻ്റെ അപ്പുറത്ത് കളിക്കാനായിട്ട് പാർക്ക്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോകുമ്പോഴായിരുന്നു കേട്ടോ സ്വിമ്മിംഗ് പൂള്. ഇവിടുന്ന് താഴത്തോട്ട് നോക്കാൻ നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഫോണിൽ അത്രയും ക്ലിയർ അല്ലായിരിക്കും, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. നല്ല തണുപ്പൊക്കെ ഉണ്ട്.
ഇതാണ് ഇവിടെ ഒരു ചെറിയൊരു പാർക്ക്. കണ്ട, ഇവിടെ ഒരു ചെറിയ പാർക്കുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ ഏർമാടം. അവിടെ താഴത്തേക്ക് ഒരു ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. വ്യൂ പോയിന്റും വാട്ടർഫാളും താഴത്തേക്കുണ്ട്. ഇപ്പൊ നിലവില് 3 കോട്ടേജ് ആണ് ഇവർക്കുള്ളത്. ഇന്നിവിടെ താമസിക്കാനായിട്ട് ഞങ്ങളും പിന്നെ വേറൊരു ഫാമിലിയും ഉണ്ട്. എനിക്കൊരു ഫോട്ടോ എടുക്കട്ടാ. ഇങ്ങനെ നോക്കി സാറു. ഈ കാണുന്നത് വേറൊരു ബാംബു കോട്ടേജ് ആണ്. ആ കാണുന്നത് കേവ് ആണ്. അത് റിസോർട്ട് ആണോ എന്ന് എനിക്കറിയില്ല. റിസോർട്ട് പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അത് കണ്ടിട്ട്. എനിക്ക് ഈ ഒരു റിസോർട്ട് ഒത്തിരി ഇഷ്ടമായേ. നല്ല സൈലന്റും ആണ്. എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു റിസോർട്ട്. ഇങ്ങനെ നേച്ചറുമായിട്ട് ഇണങ്ങി താമസിക്കാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വരാൻ പറ്റുന്ന ഒരു റിസോർട്ടാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് താഴത്ത് വാട്ടർഫാളിന്റെ അടുത്തേക്ക് പോകാവേ. ഈ ഒരു സൈഡിലായിട്ട് ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റും. ഇത് കണ്ടിട്ട് വാഴ പോലെ ഉണ്ട്, പക്ഷെ ഇത് വാഴയല്ല, വേറെന്തോ ആണ്. അപ്പൊ അതിന്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇവിടെയൊക്കെ കുറേ കാന്താരിമുളക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഓണർ പറഞ്ഞായിരുന്നു അവരുടെ വൈഫ് വെച്ചതാണ് കേട്ടോ ഈ കാന്താരിമുളകൊക്കെ. ഏകദേശം നമ്മൾ എത്താറായിട്ടുണ്ട് വാട്ടർഫാളിന്റെ അടുത്തേക്ക്. കാരണം നന്നായിട്ട് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് വാട്ടർഫാള്. അപ്പോൾ ഓണർ പറഞ്ഞിരുന്നു ഇപ്പൊ സമ്മർ ആയതുകൊണ്ട് അധികം വെള്ളം ഇവിടെ കാണത്തില്ല. പിന്നെ ചെറുതായിട്ട് മഴ പെയ്യുന്ന ടൈമിലാണെങ്കിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഇവിടെ കാണുക. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതിലൂടെ നടക്കാൻ സാധിക്കും. ആ ഒരു ടൈമിലായിരിക്കും ഇവിടെ ആളുകളൊക്കെ താമസിക്കാനായിട്ട് വരുന്നത്. പിന്നെ നന്നായിട്ട് മഴയുള്ള ടൈമിലാണെങ്കിൽ ഒട്ടും അങ്ങോട്ട് ഇറങ്ങാൻ പറ്റൂല കേട്ടോ. ഭയങ്കര വെള്ളച്ചാട്ടമായിരിക്കും എന്നാണ് പറഞ്ഞത്. ഈ ഒരു മരത്തിന്റെ മുകളിൽ കുരങ്ങന്മാരുണ്ട്. ഇപ്പൊ ഞങ്ങൾ തിരിച്ചു നടക്കുവാണേ. ഇപ്പൊ ഏകദേശം ഒരു 5:30 ആയിട്ടുള്ളു. ഇതേ നന്നായിട്ട് വെള്ളമുള്ള ടൈമിൽ ഇങ്ങനെ താഴത്തുകൂടി ആ വെള്ളം ഒഴുകി പോകുവേ. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ് ആണേ. ഇവിടെ ഇരുന്നാൽ സൺസെറ്റ് ഒക്കെ നന്നായിട്ട് കാണാൻ സാധിക്കുകയും. ഞങ്ങളിപ്പോൾ വന്നപ്പോൾ ലേറ്റായി. ഞങ്ങൾ താഴത്തൊക്കെ ഫുള്ള് നടക്കാൻ പോരുന്നല്ലോ, അതുകൊണ്ട് ലേറ്റായി. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാം. പിന്നെ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരിവിടെ ക്യാമ്പ് ഫയറും ഒക്കെ സെറ്റ് ചെയ്ത് തരുവേ.
ഇപ്പൊ രാത്രി ആയപ്പോഴേക്കും അവർ ഫുള്ള് ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇപ്പൊ ഞങ്ങൾ കുറച്ചു നേരം ബാൽക്കണിയിലൊക്കെ ഇരിക്കുവാണേ. നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇരുന്നിട്ട്. ഇപ്പൊ ഒരു ഫുഡ് കൊണ്ട് തന്നിട്ടുണ്ട്. ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് 8:30 to 9:30 വരെയാണേ. അവരുടെയൊക്കെ നേരത്തെ വേണോന്ന് പറഞ്ഞാൽ അവർ നേരത്തെ കൊണ്ടുതരും. ഒന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് നേരെ റെസ്റ്റോറൻറ്റിൽ പോയിട്ടും കഴിക്കാവേ. മോൾ ഇത്രയും യാത്ര ചെയ്ത് ഫുള്ള് ടയേർഡായിരുന്നു. പിന്നെ അവൾക്ക് ഉറക്കവും വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഫുഡ് നേരെ റൂമിലേക്ക് കൊണ്ടുവരാനാണ് ഞങ്ങൾ പറഞ്ഞത്. ഇത് ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ഫുഡാണ്. ചപ്പാത്തി, സാലഡ്, പിന്നെ മയണൈസ്, പിന്നെ ചട്നി, പിന്നെ ഒരു BBQ ചിക്കനും. ഇത്രയാണ് കേട്ടോ ഇവർ തന്നിരുന്നത്. നല്ല അടിപൊളി ഫുഡായിരുന്നു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഫുഡിന്. ഇപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാനും അജയ്ക്കയും കൂടി കുറച്ചു നേരം കൂടി ആ ബാൽക്കണിയിൽ ഇരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.